പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലൂടെയുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനും ഒക്കെ മുഖാന്തരമായി തീരുന്നു ഞങ്ങൾ അറിയുന്നതിനും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളെ മുന്നോട്ട് പിന്നെയും നടത്തുന്നത്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടാൽ കേൾവിക്കാർക്കൊക്കെ അത് വളരെയധികം അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. ക്ഷേമം, ദൈവത്തിന്റെ കൃപയാൽ ക്ഷേമമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റേ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്തിയായിട്ട് പാസ്റ്റർ ഇവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു. എന്റെ പേര് പ്രിൻസ് എം ലാസർ എന്നാണ്. എന്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു. എന്റെ മാതാവ് എന്നോടൊപ്പമായിരിക്കുന്നു. എനിക്ക് ഭാര്യ, 3 പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബമാണ്. ഞങ്ങൾ വെൺമണിയിൽ പെനിയേൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന ദൈവസഭയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ശുശ്രൂഷകനായി കഴിഞ്ഞ 15-ൽ പരം വർഷങ്ങളായി ഇവിടെ താമസിച്ച് ശുശ്രൂഷിക്കുന്നു. ഇതാണ്. ഓക്കെ പാസ്റ്റേ, കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ, ദേശത്ത് തന്നെ ജന്മനാട്ടിൽ തന്നെയുള്ള ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിന്റെ വിടുതലിനും അനുഗ്രഹത്തിനും ഒക്കെ കാരണമായി തീരുന്നെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെ പിന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആ ദേശത്ത് ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവം കേൾക്കാൻ വളരെയധികം ഞങ്ങൾ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നു. അതിനു മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നപ്പ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടണം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പ്രശംസിക്കാനും പുകഴുവാനും ഒന്നുമില്ല. ഞങ്ങളുടെ സകല പ്രശംസയും കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാകയാണ്. സ്തോത്രം അപ്പ. ഇവിടെ ദാസനെ ബലപ്പെടുത്തണമേ. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാൻ അങ്ങയുടെ ഭൃത്യന് വേണ്ടുന്ന എല്ലാ ദൈവകൃപയും കൊടുത്താട്ട്. കേൾവിക്കാരെ എല്ലാം അനുഗ്രഹിച്ചാട്ട്. ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങളെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവിന്റെ ദാസനെ ഇനിയുള്ള സമയം ഞാൻ ദൈവദാസന് നൽകി തരികയാണ്. ദൈവദാസന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. ആദ്യമായി ഞാൻ ജോയ്സ് ടിവിയോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഈ ചാനലിനെ ഉപയോഗിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്റെ സ്വദേശം വെൺമണിയാണ്. വെൺമണിയിൽ ഒരു ദൈവസഭയുടെ പെനിയേൽ പെന്തക്കോസ്ത് ചർച്ച് ഓഫ് ഗോഡ് എന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായി കഴിഞ്ഞ 15-ൽ പരം വർഷങ്ങളായിട്ട് ഇവിടെ ആയിരിക്കുന്നു. എന്റെ അനുഭവ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. എന്റെ ഗ്രാൻഡ് ഫാദർ മത്തായി VM എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അതാണ് എന്റെ വലിയപ്പച്ചൻ. TPM സഭയിലെ ഒരു മുതിർന്ന വിശ്വാസിയായിരുന്നു. ഒരു മുതിർന്ന വിശ്വാസി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ശക്തനായ കൃപാവരപ്രാപ്തനായ ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, രോഗികളുടെ മേലുള്ള രോഗശാന്തി വരം, അതുപോലെ തന്നെ പ്രവചനപരം എന്നീ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്റെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ 1991 അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ എന്റെ പിതാവ് മാതാവ് TPM സഭയോട് ബന്ധപ്പെട്ടാണ് അവരെ വിവാഹിതരായി തീർന്നത്. എനിക്ക് ജ്യേഷ്ഠ സഹോദരനും ജ്യേഷ്ഠ സഹോദരിയുമുണ്ട്. ഏറ്റവും ഇളയതായിട്ടാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാനിടയായി. എന്റെ മാതാപിതാക്കളുടെ വിവാഹത്തിന്റെ ശേഷമായിട്ട് അവർ TPM സഭയിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് പോകേണ്ടതായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബം മുഴുവനായിട്ട് കത്തോലിക്ക വിശ്വാസത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ജ്യേഷ്ഠന്റെ വിവാഹവും എന്റെ സഹോദരിയുടെ വിവാഹവും
കത്തോലിക്ക പശ്ചാത്തലത്തിലാണ് നടത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ഞങ്ങളുടെ കുടുംബത്തെ പിന്നെ വിട്ടുപോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ദൈവം എന്റെ സഹോദരിയെ വ്യക്തിപരമായി കർത്താവ് വിളിക്കുവാനിടയായി തീർന്നു. ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ശ്രദ്ധ വെച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ കുടുംബത്തിൽ നിന്നും കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ചു. ഇത് 1999 എന്നാൽ ചില നാളുകൾക്ക് ശേഷം അവർ കുടുംബമായി തന്റെ ഹസ്ബൻഡും മക്കളും ഉൾപ്പെടെ അവരെ വിശ്വാസത്തിലേക്ക് കടന്ന് വരികയും അങ്ങനെ അവർ ദൈവത്തെ വളരെ സന്തോഷം ആരാധിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. എന്റെ അളിയന്റെ ജോലി സംബന്ധമായ ഒരു വിഷയത്തിൽ ജോലി നഷ്ടപ്പെട്ട ഭവനത്തിലായിരിക്കുന്ന സമയത്താണ് ഒരു ദൈവദാസൻ മുഖാന്തരം ദൈവത്തിന്റെ ശബ്ദം അറിയിച്ച് ആ ദൈവാലോചനയുള്ള ബന്ധത്തിൽ തനിക്ക് ഒരു നല്ല ജോലി ലഭിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലുകൾ സത്യസന്ധമായി വെളിപ്പെട്ടതോടെ എന്റെ സഹോദരിയോട് ചേർന്ന് തന്റെ ഹസ്ബൻഡും ആ കുഞ്ഞുങ്ങളും അടക്കം ദൈവത്തിലേക്ക് ഇങ്ങനെയാണ് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. 1999 കാലഘട്ടത്തിലാണ് ഞാൻ SSLCക്ക്, അതായത് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10ാം ക്ലാസ് പഠനത്തിന് ശേഷമായിട്ട് ഞാൻ +2 പഠനത്തോടുള്ള ബന്ധത്തിൽ എന്റെ സഹോദരിയെ വിവാഹം കഴിച്ചയച്ചത് മാവേലിക്കര കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആ കുന്നത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എനിക്ക് അഡ്മിഷൻ ലഭിക്കുവാനിടയായിരുന്നു. അങ്ങനെ പഠനത്തോടുള്ള ബന്ധത്തിൽ അവിടെ കടന്നു പോവുകയും മിക്ക സമയങ്ങളിലും അവിടെ താമസിച്ചാണ് സ്കൂളിലേക്ക് കടന്നു പോവുകയും വരികയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഉള്ള സമയങ്ങളിൽ അവിടുത്തെ പ്രാർത്ഥനകളിൽ എനിക്ക് പങ്കെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഇരുന്ന് സംബന്ധിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഉള്ളിൽ പെന്തക്കോസ്തുകാരോട് ഒരു അമർഷം നിലനിന്നിരുന്നു. കാരണം കത്തോലിക്ക സഭയാണ് ഏറ്റവും നല്ല സഭ, സത്യസഭ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അങ്ങനെയുള്ള ഒരു നിലവാരത്തിലാണ് മുൻപോട്ട് പോയത്. അപ്പോൾ ഈ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെയും എൻ്റെ ഉള്ളുകൊണ്ട് എനിക്ക് അതിനോട് ഒരു താല്പര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ നിരന്തരമായി പ്രാർത്ഥനകൾ കഴിഞ്ഞ ശേഷം അവിടെ കടന്നു വരുന്ന ദൈവത്തിന്റെ ദാസന്മാർ എന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കും. നീ ദൈവത്തിന്റെ ദാസനായി തീരും, കർത്തൃവേല ചെയ്യും എന്നിങ്ങനെയുള്ള പ്രവചന ശബ്ദങ്ങൾ പലപ്പോഴായിട്ട് എന്നോട് അറിയിക്കും. ദൈവദാസന്മാരും ദൈവദാസിമാരും ഒക്കെ ഇങ്ങനെ ദൈവാലോചനകൾ പറയും. പക്ഷെ അന്ന് അതിന്റെ ആഴങ്ങളോ അർത്ഥങ്ങളോ ഒന്നും എനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ എൻ്റെ ഉള്ളിലെ പെന്തക്കോസ്ത് വിരോധം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ കടന്നു വരുന്ന ദൈവദാസന്മാരോടൊക്കെ ഞാൻ എൻ്റെ അനുഭവം വെച്ച് തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്ന ദൈവദാസിമാർ ഭവനത്തിൽ തങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ അവരോടുള്ള ബന്ധത്തിൽ എനിക്ക് അവിടെ അവരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദൈവദാസി ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരികയും ആ ദൈവദാസിയോട് ദൈവത്തിന്റെ ആലോചനകളും ഒക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ പെന്തക്കോസ്ത് വിരോധം അണപൊട്ടി ഒഴുകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ അവരോട് ശക്തമായ ഭാഷയിൽ തർക്കിക്കുകയും ഏകദേശം വെളുപ്പിനെ 3:30 മണിയോടെ അത്രയും സമയങ്ങൾ വരെ വാഗ്വാദങ്ങളും തർക്കത്തോടെ ഞാൻ അങ്ങോട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു, വളരെ ശാന്തമായി. അപ്പോഴും അവർ എന്നോട് ദൈവത്തിന്റെ വചനത്തിലൂടെ സംസാരിക്കുകയും ദൈവവചനത്തിന്റെ സത്യങ്ങൾ എന്നോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിന്റെ പീക്ക് ലെവൽ ഒരു 3:30 മണി ഒക്കെ അടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനി നിങ്ങളൊന്നും എന്നോട് പറയണ്ട, എന്നോട് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പെന്തക്കോസ്തിൽ വരികയില്ല. ഇത് കള്ളത്തരങ്ങൾ ഉള്ള മാർഗമാണ്. ദൈവദാസന്മാരെന്ന് പറഞ്ഞ വീടുകൾ കയറി ഇറങ്ങി മറ്റുള്ളവരുടെ പൈസ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണം കണ്ട് അതിനെ ആകർഷിച്ച് പണം വിടുകാനുള്ള ഒരു മാർഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ ദുഷിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ സഹോദരി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പറഞ്ഞവരൊക്കെ ഈ സത്യത്തിന് വേണ്ടി പിന്നീട് നിലകൊള്ളേണ്ടി വന്നിട്ടുണ്ട്, ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നുവെങ്കിൽ നാളെ നീ ഒരു ദൈവദാസനായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നോട് പറയുവാനിടയായിട്ടു. അപ്പോൾ ഞാൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞാൻ അവിടെ വെച്ച് സത്യം ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഈ മാർഗത്തിലേക്ക് വരികയില്ല.
എന്നെ ഒട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട. എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നാലും എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഈ മാർഗത്തിലേക്ക് ഞാൻ വരില്ല, ഞാൻ വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉറക്കെ പറയുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, ഇത് സത്യസന്ധതയുടെ മാർഗമാണെങ്കിൽ നീ ഈ ദൈവത്തെ അറിയുകയും ദൈവത്തിന്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്ത പ്രവചനം പോലെ നീ ദൈവത്തിന്റെ ദാസനായി തീരുകയും ചെയ്യുമെന്ന് എന്റെ സഹോദരിയും ആ ദൈവദാസിയും ഉൾപ്പെടെ എന്നോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ശേഷം ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ സ്കൂളിൽ ഇങ്ങനെ പ്രകാരം കടന്നു പോകുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് വളരെ ചിന്തകളും ആശയക്കുഴപ്പങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കടന്നു അലട്ടിക്കൊണ്ടിരുന്നു. ശക്തമായ തലവേദനയാൽ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. ശക്തമായ മാനസികമായ അസ്വസ്ഥതകൾ, ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. എൻ്റെ ഉള്ളിലേക്ക് തോന്നലുകൾ കടന്നു വന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ഈ ജീവിതത്തിന്റെ അവസാനം എന്തായിത്തീരും, എങ്ങനെ എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ശക്തമായ തലവേദന, അസ്വസ്ഥതകൾ എനിക്ക് അനുഭവപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ പഠനത്തിൽ നിന്നുമുള്ള ശ്രദ്ധ എന്നിൽ നിന്ന് ക്രമേണ മാറുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ +2 ആനുവൽ എക്സാം അടുത്തുകൊണ്ടിരുന്ന സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ മാറി വളരെ ചിന്തയിലൂടെ തനിച്ചു മാറിയിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെയുള്ള ഒരു രീതി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിട്ടു. പഠനത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായി എന്നിൽ നിന്നും വിട്ടുമാറുവാനായിട്ട് ഇടയായിട്ടു. അങ്ങനെ ഈ തലവേദന ശക്തമായി എന്നെ അലട്ടി എനിക്ക് മാനസികമായ ഉറക്കം നഷ്ടപ്പെട്ടു. എൻ്റെ ശരീരം ക്ഷീണിക്കുവാനിടയായി തീർന്നു. എൻ്റെ ആരോഗ്യം ക്ഷീണിച്ചു. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആഹാരം കഴിക്കാതെ, വിശപ്പില്ലാതെ, ഉറക്കം നഷ്ടപ്പെട്ട് ഞാനൊരു മാനസിക വിഭ്രാന്തി എന്ന നിലയിലേക്ക് ക്രമേണ എനിക്ക് കടന്നു പോകാനിടയായി തീർന്നു. എൻ്റെ നിയന്ത്രണത്തിൽ നിന്നും എൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അങ്ങനെ പരീക്ഷ അടുത്തു വരുന്ന സമയത്ത് ഏകദേശം അതിന് ഒരാഴ്ച മുമ്പ് തലവേദന കൂടി എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം, ആ ചലനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ നാക്ക് താണുപോയി. വായിൽ നിന്നും നുരയും പതയും ഇങ്ങനെ വന്ന് എന്തോ ഒരു വല്ലാത്ത നിലയിൽ ഞാൻ ആകുന്നു. എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ബോധമുണ്ടെങ്കിലും എനിക്ക് ശരീരം കൊണ്ടൊന്നും പ്രതികരിക്കാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥ എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയും വായിൽ നിന്ന് നുരയും പതയും ഇങ്ങനെ കടന്നു വന്ന കൈകാലുകൾ ഇങ്ങനെ സ്റ്റിഫായിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകും. അങ്ങനെ എൻ്റെ ഭവനത്തിന് അടുത്തുള്ളവരൊക്കെ അടുത്തുകൂടി പെട്ടെന്ന് എൻ്റെ മാതാവും പിതാവും ചേർന്ന വാഹനത്തിൽ എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. അവർ ചിന്തിച്ചു ഇത് സ്ട്രോക്കിന്റെ ആരംഭമാണോ എന്നൊക്കെ അവർ ചിന്തിച്ചു. എന്നാൽ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ബോധമുണ്ടെങ്കിലും എനിക്ക് നാക്ക് പുറത്തേക്ക് എടുക്കുവാൻ കഴിയാതെ തലയ്ക്ക് മുകളിൽ ആരോ പിടിച്ചിരിക്കുന്നത് പോലെ, തലമുടിക്കുത്തിന് ആരോ പിടിച്ചിരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നു എന്നെ പിടിച്ചിറക്കി. എന്നെ പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്നെ കാണിച്ച വിഭാഗം എന്ന് പറയുന്നത് സൈക്യാട്രി വിഭാഗത്തിലാണ് എന്നെ കൊണ്ട് കാണിക്കുവാനിടയായി തീർന്നത്. ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം എന്നെ ആ സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവിടെ എനിക്കൊരു ബെഡ് ലഭിച്ചില്ല, ഒരു ബെഞ്ചാണ് എനിക്ക് ലഭിച്ചത്. ആ ബെഞ്ചിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്. എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, എന്തൊക്കെയോ ഭീകര ഒരു അന്തരീക്ഷം പോലെ എനിക്ക് തോന്നി. എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല. നാക്ക് ചലിക്കുന്നില്ല, സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല, സ്തബ്ധനായി നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. എന്നാൽ അവിടെ ഞാൻ ചുറ്റും കണ്ണോടിച്ച് നോക്കുമ്പോൾ മാനസിക രോഗികളായിട്ട് ഭാരപ്പെടുന്ന അനവധി ആളുകൾ, അവിടെ വളരെ ഉയർന്ന നിലയിലുള്ള മാനസിക രോഗികൾ അവിടെ പല നിലയിലുള്ള ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ട് പല രീതിയിൽ അവിടെ ഇങ്ങനെ ബെഡിൽ കിടക്കുമൊക്കെ കാണുവാനിടയായിട്ടുള്ളൂ. ഉള്ളുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും ഇല്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഞാൻ സ്റ്റക്കായി, സ്തബ്ധനായി നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായത്. അങ്ങനെ അന്നവിടെ കിടന്നു.
എന്റെ സഹോദരി എന്നെ കാണുവാനായിട്ട് പിറ്റേ ദിവസം രാവിലെ കടന്നു വരുവാനിടയായിട്ട് കടന്നു വന്ന നിമിഷം തന്നെ എന്നോട് പറഞ്ഞു, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? നീ കരങ്ങൾ ഉയർത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ദൈവിക ഇടപെടലാണ്. നിന്റെ ജീവിതത്തിൽ സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ വേണ്ടിയുള്ള ഒരു ദൈവിക ഇടപെടലാണിത്. അത് നീ തിരിച്ചറിയുക എന്ന് എന്നോട് ഇങ്ങനെ പറയുവാനിടയായി തോന്നുന്നു. ഞാന് സഹോദരിയോട് പറഞ്ഞു, ആംഗ്യ ഭാഷയിൽ കാണിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായ ഭാരം, കാരണം ഞാനിങ്ങനെ ഈ അവസ്ഥയിലേക്ക് കടന്നു വന്നല്ലോ എന്ന ഒരു ഭാരം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എന്റെ സഹോദരി എന്നോട് പറഞ്ഞു, നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പറഞ്ഞു. ഞാൻ സഹോദരി ചോദിച്ചു, എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ഞാൻ ആംഗ്യ ഭാഷയിലൂടെ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, തിന്മകളൊക്കെ ദൈവത്തോട്, യേശു കർത്താവിനോട് നീ ഏറ്റുപറയുക. നീ തർക്കിച്ചതും ദൈവത്തിന് വിരോധമായി സംസാരിച്ചതും ഒക്കെ നീ ഏറ്റുപറഞ്ഞ് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കുക. മാത്രമല്ല, നീ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളതാണ്, അതിനായിട്ട് നീ നിന്നെ തന്നെ സമർപ്പിക്കുക എന്ന് എന്റെ സഹോദരി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നും ഒരു മോചനം ആവശ്യമായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് കരഞ്ഞ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ സഹോദരി എൻ്റെ ശരീരത്തിൽ കരം വെച്ചുകൊണ്ട് പൂർണ്ണമായൊരു വിടുതലിന് വേണ്ടി എൻ്റെ ദൈവത്തോട് അവിടുന്ന് പ്രാർത്ഥിക്കുകയും തൽക്ഷണം തന്നെ എൻ്റെ ശിരസിൽ നിന്ന് ഒരു പിടിവിടുന്നത് പോലെയുള്ള ഒരു അനുഭവം, എൻ്റെ തലയിൽ നിന്നും ഭാരം മാറിപ്പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. പെട്ടെന്ന് എൻ്റെ ഒരു പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് വരുന്ന അനുഭവം ഉണ്ടായി. ഞാൻ നാമെടുത്ത് സംസാരിച്ചു. ദൈവം എന്നെ തൊട്ടല്ലോ, എനിക്ക് ശരീരങ്ങൾ ചലിപ്പിക്കും, എൻ്റെ ശരീരത്തിന് ചൂട് പിടിച്ചു. ഞാൻ സഹോദരിയോട് പറഞ്ഞു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ അവിടെ എഴുന്നേറ്റ് അവിടെ കിടക്കുന്ന മാനസിക രോഗികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ബെഡിന്റെ സമീപത്ത് ചെന്ന് കൈ കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു എന്നെ വിടുവിച്ചു, യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി എന്ന് ഞാൻ അവരോട് പറയുവാനായിട്ടിടയായി തീർന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് പോകാം, എനിക്ക് മാറ്റമായി, എനിക്ക് അസ്വസ്ഥതകൾ മാറി, ഇനി ഇവിടെ കിടക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഏകദേശം 8 ദിവസക്കാലം എനിക്ക് അവിടെ ചെലവിടേണ്ടതായിട്ട് വന്നു. അങ്ങനെ 8 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ആയി ഞാൻ ഭവനത്തിലേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു, പിന്നെയും ചെക്കപ്പിനായിട്ട് കടന്നു ചെല്ലണം എന്ന് പറഞ്ഞാണ് എന്നെ ഭവനത്തിലേക്ക് വിട്ടത്. ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് എൻ്റെ ഭവനത്തിന് സമീപത്തുള്ള ആളുകളൊക്കെ എന്നെ കാണുവാനായിട്ട് വരികയും എൻ്റെ ഈ അവസ്ഥകൾ കണ്ട് പലരും ഇങ്ങനെ ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ എല്ലാ കണ്ണുകളും എന്നെ നോക്കിക്കൊണ്ട് ഒരു മാനസിക രോഗിയെ നോക്കുന്ന നിലയിൽ, ഏതോ രോഗം ബാധിച്ചതിനെ നോക്കുന്ന നിലയിൽ അവരിൽ നിന്നും ചിലരിൽ നിന്നും ചില പ്രത്യേകമായ ഒരു അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഒരാൾ ഇങ്ങനെ അവരുടെ കൊച്ചുമകളോട് പറയുന്നത് കേട്ടു, അവന്റെ അടുത്തേക്കൊന്നും പോകരുത്, എന്തോ അസുഖമൊക്കെ ബാധിച്ചിട്ട് വന്നാൽ എന്താ ചെയ്യുന്നതെന്ന് അറിയുകയില്ല. ഇങ്ങനെ പറയുന്ന വാക്ക് എൻ്റെ കാതുകളിൽ എത്തുവാനിടയായി തീർന്നു. എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായ വേദന. ഒരു മനുഷ്യനെ എങ്ങനെയും രോഗിയാക്കാൻ വേണ്ടി സമൂഹം ചിന്തിക്കുന്ന ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ കഴിയുവാനിടയായി തീർന്നു. ഏകദേശം 1 മാസക്കാലം വീടിന് പുറത്തേക്ക് ഇറങ്ങാതെ ആ വീടിനകത്ത് തന്നെ ആഹാരം കഴിച്ച് ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങുവാനിടയായി തീർന്നു. കാരണം എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ചിന്തകൾ കടന്നു വന്നു. ഇപ്പോൾ നാട്ടുകാരുടെയും ഒക്കെ മുൻപിൽ ഞാൻ ഈ മെന്റൽ വാർഡിൽ അല്ലെങ്കിൽ സൈക്യാട്രി വിഭാഗത്തിൽ ആ വാർഡിൽ കിടന്നതുകൊണ്ട് ഒരു മാനസിക രോഗിയായിട്ട് ആണ് ആളുകളെല്ലാം എന്നെ കാണുന്നത്. എൻ്റെ ഉള്ളിൽ പിന്നെയും ചിന്തകൾ വർദ്ധിച്ചു. ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് യാതൊരു അസ്വസ്ഥതകളും ഇപ്പോൾ ഇല്ല. ഒരു ഡിപ്രഷൻ മാത്രമാണ് എനിക്ക് വന്നത്. എന്നാൽ എൻ്റെ ഭാവി എന്തായിത്തീരും? എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ഇനി പരീക്ഷ എഴുതാൻ എനിക്ക് സാധിക്കുമോ? നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഭാരമായി ഞാൻ കഴിയേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ എന്നെ അലട്ടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ വീടിന്റെ ഉള്ളിൽ തന്നെ ഞാനിങ്ങനെ സ്വയം ഒരു ബലിയാടാവുക എന്ന നിലയിൽ ഈ ജീവിതം അവസാനിച്ചു. ഇനി എനിക്കൊരു രക്ഷ ഉണ്ടാകത്തില്ല, ഇനി എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് എൻ്റെ തല ഭിത്തിയിലൊക്കെ ഇടിക്കുകയും ഞാൻ എന്നെ തന്നെ ഞാൻ ദുഷിച്ചുകൊണ്ട് എന്തിനിങ്ങനെ ഒരു ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ കുറിച്ചൊരു പരാതിക്കാരനായി ഞാൻ ഇങ്ങനെ സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നു.
അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭവനത്തിന് സമീപത്തുള്ള ഒരാൾ മുഖാന്തരം എന്നോട് പറഞ്ഞു, ഒരു വേർപെട്ട ഒരു ആരാധന കൂട്ടമുണ്ട് അങ്ങ് കൊല്ലകടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ദിവസം കടന്നു പോവുക, ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവരുടെ നിർബന്ധപ്രകാരം ഒരു വേർപെട്ട പ്രാർത്ഥന കൂട്ടത്തിൽ കടന്നു പോകുവാനായിട്ട് ഇടയായിരുന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു ദാസിയാണ് ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്നത്. ചില നിമിഷങ്ങൾ അവർ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്ന സമയങ്ങളിൽ അല്പം കഴിഞ്ഞപ്പോൾ അവർ എന്റെ പേര് വിളിച്ച്, പ്രിൻസ് എന്ന് പേര് വിളിച്ചിട്ട് എന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് പറയുവാനിടയായി തീർന്നു. നീ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും ഞാൻ അറിയുന്നു. ഈ സംഭവിച്ചതൊക്കെയും തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്കാണ്. നിന്നെ എന്റെ വേലയ്ക്കായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നിങ്ങനെയുള്ള ദൈവവചനങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് ചിന്തിച്ചു, എന്നെ മനസ്സിലാക്കുന്ന, എന്റെ ഉള്ളറിയുന്ന, എന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ, അത് യേശു കർത്താവ് തന്നെയാണല്ലോ. ആ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് മണ്ണറിഞ്ഞു പോയവനല്ല, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനും ഇന്നും ജീവിക്കുന്നവനുമാണെന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം എൻ്റെ ഉള്ളിൽ ഉറയ്ക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഒരു വലിയ സന്തോഷത്തോടെയാണ് ദൈവശബ്ദം കേട്ട് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നത്. പിന്നെ രണ്ടാമതും ആ പ്രാർത്ഥനയിൽ കടന്നുപോയി എല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അത് കണ്ട് സന്തോഷത്തോടെ ഞാൻ ഭവനത്തിൽ വന്ന് വളരെ ആത്മവിശ്വാസത്തോടെ, വളരെ ധൈര്യത്തോടെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രത്യാശ മുട്ടിടുവാനിടയായി തീർന്നു. പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഒരു പായിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവിനോട് പറഞ്ഞു, എന്നെ അലട്ടരുത്, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോവുകയാണ്. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞൊരു പായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കയറി പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ കടന്നുപോയ സ്ഥലത്ത് എല്ലാവരും അന്യഭാഷയിൽ പാടി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഈ നിമിഷം എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള കൃപ തരണം. അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശക്തി എൻ്റെ മേൽ കടന്നു വരികയും എൻ്റെ മുൻപിൽ ഒരു TV സ്ക്രീൻ ഇങ്ങനെ കടന്നു പോകുന്നു. ആ സ്ക്രീനിൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും തിന്മകളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയും ഞാനത് കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ഞാനത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചു എന്ന് സമർപ്പിക്കുകയും ചെയ്തു. അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടം മറന്നുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അറബി പോലുള്ള ഭാഷകൾ അന്ന് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുവാനിടയായി തീർന്നു. സംസാരിച്ച് ഏകദേശം അരമണിക്കൂറോളം ഞാൻ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായ സന്തോഷം, എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നിരാശകൾക്ക് പകരം ഭയങ്കരമായ പ്രത്യാശ, എൻ്റെ ഉള്ളിൽ എനിക്ക് ജീവിക്കണമെന്നും എനിക്ക് സമൂഹത്തിൽ എനിക്കൊന്നുമില്ല എന്നും ഈ സമൂഹത്തിൽ ഞാൻ നല്ലവനായി അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനമുള്ളവനായി തീരണമെന്നുള്ള ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും എൻ്റെ ശരീരം മുഴുവൻ വിയർത്ത് എന്തോ ഒരു റിലീഫ് എനിക്ക് അനുഭവപ്പെടുകയും ഒരു വലിയ സന്തോഷം എനിക്ക് ഉണ്ടാകുവാനായിട്ടിടയായി തോന്നുന്നു. എൻ്റെ ഒരു അനുഭവമാണ്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവം സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്നോട് സംസാരിച്ചു, നിനക്കൊന്നുമില്ല, നീ ഈ മുറി വിട്ടിറങ്ങണം, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്നിങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനിടയായി തോന്നുന്നു. ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് POC ബൈബിളാണ് വായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ഉള്ളിൽ ദൈവം ചില വചനങ്ങൾ ഇങ്ങനെ തരുവാനിടയായി തീർന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യാക്കോബേ, പുഴുവായ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് തരികയും ഞാൻ വേദപുസ്തകം തുറക്കുമ്പോൾ തന്നെ ആ വാക്യങ്ങൾ തന്നെ തുറന്നു കാണുന്ന വാക്യങ്ങളും അതുതന്നെയായി തീരുവാനും ഇടയായിത്തീരുന്നു. അങ്ങനെ ദൈവം സംസാരിക്കുന്നതും ഞാൻ തൊട്ടെടുക്കുന്ന വാക്യങ്ങളും അങ്ങനെ തന്നെയുള്ള വാക്യങ്ങൾ. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന് ശക്തമായ നിലയിൽ എന്നോട് ഇടപെടാനുണ്ട്. ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ അന്യഭാഷയിൽ ഞാൻ അറിയാതെ സംസാരിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ വലിയ സ്നേഹം എൻ്റെ ശരീരത്തിലും എൻ്റെ ദേഹിയിലും എൻ്റെ ആത്മാവിലും അനുഭവിക്കുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായി. എന്നെ ദൈവത്തിന് വേണം. അങ്ങനെ ഒരു ദിവസം ദൈവം എന്നോട് സംസാരിച്ചു, നീ ഈ മുറിവിട്ടിറങ്ങണം, നീ സ്കൂളിലേക്ക് കടന്നു പോകണം, അവിടെ ചെന്ന് ടീച്ചേഴ്സുമായി സംസാരിക്കണം. ക്ലാസ്സിൽ ഞാൻ ടീച്ചർമാർക്ക് വളരെ ഇഷ്ടമുള്ളവനായിരുന്നത് കൊണ്ട് ക്ലാസ് ടീച്ചറിന്റെ അടുക്കലേക്ക് ഞാൻ ഒരു ദിവസം കടന്നു പോവുകയും എൻ്റെ ഒരു വർഷക്കാലം എനിക്ക്
അങ്ങനെ നഷ്ടപ്പെട്ടു. പിറ്റേ വർഷക്കാലം ഞാൻ ടീച്ചറിന്റെ അടുത്തേക്ക് കടന്നു പോവുകയും ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവങ്ങൾ ഉണ്ടായി, എനിക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിഞ്ഞില്ല, ഇനിയും പരീക്ഷ എഴുതണമെങ്കിൽ ഓരോ വിഷയത്തിനും പ്രത്യേകം ഫീസ് കൊടുത്ത് ട്യൂഷനൊക്കെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്ന് അറ്റൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ച് ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ക്രമീകരണം എനിക്കുണ്ടായി. ആ വർഷം ഞാൻ പഠിക്കുവാനും +2 പാസ്സാകുവാനും ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ഹിതത്തിലേക്കും ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്കും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴും അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞുവെങ്കിലും ഞാൻ പൂർണ്ണമായി പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് വന്നിരുന്നില്ല. കത്തോലിക്ക സഭയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ അവിടുത്തെ ആരാധനയോടും അവിടുത്തെ രീതികളോടും ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് താല്പര്യങ്ങളില്ലായിരുന്നു. കാരണം അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാൻ കരമടിച്ച് ആരാധിക്കുവാനിടയായി തീർന്ന ഒരു സമയത്ത് അപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നെ വിലക്കി, അങ്ങനെ കൈയടിക്കരുത്, ജ്ഞാനസ്നാനം എന്താണെന്ന് ഞാൻ സൺഡേ സ്കൂൾ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ അതൊന്നും ചോദിക്കണ്ട, അറിവിലുള്ള ജ്ഞാനത്തിലുള്ള സ്നാനമല്ലേ യഥാർത്ഥ സ്നാനമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ അതൊന്നും അറിയണ്ട, നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ചില ചട്ടക്കൂടുകളുണ്ട്, അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക എന്ന ഒരു ഉത്തരമാണ് എനിക്ക് സിസ്റ്റർ നൽകുവാനിടയായി തീർന്നത്. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ +2 പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു ജോലി ലഭിക്കണം എന്നുള്ള ചിന്ത മുട്ടിടുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി, അതായത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കോഴ്സായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു, എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം. പക്ഷെ ഞാൻ ഈ രോഗ അവസ്ഥകൾ എന്നിൽ നിന്ന് വിട്ടുമാറുന്നതിന് മുമ്പ് ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത സമർപ്പണം എന്ന് പറയുന്നത് ഒരു ദൈവദാസനായി തീരാം എന്നുള്ള സമർപ്പണമായിരുന്നു. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശവും അതായിരുന്നു. എന്നാൽ +2 പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ജോലി ലഭിക്കണം. അങ്ങനെ എറണാകുളത്തും കോട്ടയത്തുമുള്ള ഈ ഹോട്ടൽ മാനേജ്മെന്റിനോട് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ കടന്നു ചെന്നപ്പോൾ അതൊക്കെ അടഞ്ഞു കിടക്കുകയും എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാത്ത അനുഭവം ഉണ്ടായി. അങ്ങനെ തിരിച്ച് ഭവനത്തിൽ കടന്നു വന്നു. എൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അതിൽ എനിക്ക് നിർബന്ധപൂർവമായിട്ട് എനിക്ക് ഇരിക്കേണ്ടതായിട്ട് വന്നു. അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. നീ അഭിഷേകം പ്രാപിച്ചു, നീ രക്ഷിക്കപ്പെട്ടു, പക്ഷേ നീ സ്നാനപ്പെട്ടിട്ടില്ല. നീ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോടുകൂടെ പങ്കില്ല എന്നൊരു ശബ്ദം ദൈവനെ കേൾപ്പിക്കാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൃത്യമായി പ്രാപിച്ചിരുന്നു. ഞാൻ വിശ്വസിച്ചിരുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് അവകാശിയായി. എന്നാൽ ദൈവാത്മാവ് എന്നോട് ആ പ്രാർത്ഥനയിൽ വെച്ച് വ്യക്തിപരമായി ഇടപെട്ടു. സ്നാനപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ മുങ്ങി നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ എനിക്ക് നിന്നോടുകൂടെ പങ്കില്ല, ദൈവരാജ്യത്തിന് നീ അവകാശിയാകില്ല എന്നൊരു ദൈവശബ്ദം കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അവിടെ ഡെഡിക്കേറ്റ് ചെയ്തു, സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ ഒരു തീരുമാനമെടുത്തു. ഇനി എന്റെ വീട്ടുകാരല്ല ആര് എതിർത്താലും ഈ സത്യദൈവത്തിന് വേണ്ടി ഞാൻ പൂർണ്ണമായി ജീവിക്കുകയും ആ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ തീരുമാനമെടുത്ത ശേഷം ഞാൻ ഭവനത്തിൽ വന്നു. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയും മുതൽ കത്തോലിക്ക സഭയിൽ വരുന്നില്ല. ഞാൻ വേർപെട്ട് ദൈവം എന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞു, അങ്ങനെ വേർപെട്ട് ആരാധിക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭവനത്തിൽ മെഴുകുതിരി കത്തിക്കുന്ന പ്രത്യേകം ഫോട്ടോകളൊക്കെ ഉള്ള പ്രത്യേക ഒരു ഭാഗമുണ്ട് കത്തോലിക്ക സഭയുമായുള്ള ബന്ധത്തിൽ. അങ്ങനെ ആരാധിക്കുന്ന ഒരു ക്രമീകരണം ഭവനത്തിനകത്തും ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്നായിരുന്നു ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ രൂപങ്ങൾ ഒന്നുമല്ല, സത്യദൈവത്തിനെ കണ്ടുമുട്ടി, തേജോമയനായ ദൈവത്തെയാണ് കണ്ടുമുട്ടിയത്. അങ്ങനെ ഉള്ള ദൈവം ഈ രൂപങ്ങളിൽ നിന്നും വസിക്കുന്നില്ല, അതുകൊണ്ട് ഇതൊക്കെയും തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് കളയാനിടയായി തീർന്നു. അങ്ങനെ കളഞ്ഞപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, എന്തിനാണ് ഇത് കളയണം, ഇത് മറ്റൊരാൾക്ക് ഇത് കൊടുത്തുകൂടെ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സത്യദൈവത്തെ കണ്ടുമുട്ടി, പിന്നെയും മറ്റൊരു ആരാധനാ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകുന്നതിനെ മറ്റൊരാൾക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ഞാൻ എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഞാനതെല്ലാം തീ കത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ദൈവകോപം ഉണ്ടാകും, ഇത് നിന്നെ ബാധിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി, അതുകൊണ്ട് എനിക്ക് ദൈവകോപം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യദൈവത്തിന് വേണ്ടി പൂർണ്ണമായി വേർതിരിയപ്പെട്ടു. അങ്ങനെ 2002 ഒക്ടോബർ മാസം 8-ാം തീയതി ഞാൻ എൻ്റെ സഹോദരിയുടെ ചർച്ചിൽ കടന്നുപോയി. അങ്ങനെ 2002 ഒക്ടോബർ മാസം 8-ാം തീയതി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന ശേഷം അവിടെ സജീവമായി ആരാധനയ്ക്കായി കടന്നു പോവുകയും ശേഷം എൻ്റെ ഭവനത്തിന്റെ സമീപത്ത് ഞാനിപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ, കാരണം എനിക്ക് ദൂരെ കൂടുതലായതുകൊണ്ട് ഈ സഭയ്ക്ക് അടുത്താണ് എൻ്റെ വീട്. അപ്പൊ ആയതുകൊണ്ട് എൻ്റെ മാതാവിനോട് പറഞ്ഞു, എന്തിനാ ഇത്രയും ദൂരം കടന്നു പോകുന്നത്, ഈ സഭയിൽ കടന്നു പോകരുത്. അങ്ങനെ ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞ ഞാനിവിടെ എനിക്ക് യാത്രാ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടേക്ക് കടന്നു വരികയാണെന്ന് പറയുകയും അങ്ങനെ ഈ ആലയത്തിൽ കടന്നു വരുവാനും ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തെ ആരാധിക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. അങ്ങനെ വെൺമണിക്ക് അടുത്തുള്ള ഒരു ബൈബിൾ ട്രെയിനിങ് സെന്ററിൽ 8 മാസക്കാലം പഠിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ വചനം പഠിച്ച ശേഷം ഞാൻ ചർച്ച് ഓഫ് ഗോഡ്, ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ തിരുവല്ലയിലുള്ള ബൈബിൾ കോളേജിൽ സെമിനാരിയിൽ BTH ബിരുദം 3 വർഷക്കാലം അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുവാൻ എനിക്ക് ദൈവം മറ്റൊരു അവസരം തരുവാനിടയായി തീർന്നു. അങ്ങനെ ആ പഠനത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഞങ്ങളുടെ അധ്യാപകനായിരുന്ന മാർസലിൻ ജെ മൊറൈസ് എന്ന് പറയുന്ന റോമൻ കത്തോലിക്ക പുരോഹിതൻ രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് വന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ അധ്യാപകൻ. അപ്പൊ അദ്ദേഹത്തിന് ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്, പരസ്യങ്ങള്, ഫിലിം ഷോയെ, അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ. അപ്പോൾ എനിക്ക് പാടുവാനുള്ള ഒരു താലന്ത് ഉണ്ടായിരുന്നു, പ്രസംഗിക്കാനുള്ള ഒരു താലന്ത് ദൈവം എനിക്ക് തന്നു, വാഹനങ്ങൾ ഓടിക്കുവാനുള്ള താലന്തുകൾ എനിക്ക് തന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2003, 2006 കാലഘട്ടങ്ങളിൽ 2004 എനിക്ക് ആ ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കാനും ഡേ സ്കോളറായിട്ട് ബൈബിൾ കോളേജിൽ കടന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ പരസ്യങ്ങളായിട്ട് കടന്നു പോവുകയും ഫിലിം ഷോ ഒക്കെ നടത്തുകയും അങ്ങനെ എനിക്ക് ഒരു അനുഭവങ്ങളും കർത്താവിന്റെ വേലയുടെ അനുഭവങ്ങളൊക്കെ എനിക്ക് എൻ്റെ പ്രാരംഭ വിശ്വാസത്തിന്റെ സമയഘട്ടങ്ങളിൽ എനിക്ക് ലഭ്യമാക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ അതിന് 2006 ദൈവത്തിന്റെ വചനം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യാനിടയായി തീർന്നു. അതിനുശേഷം 2007 നവംബർ മാസത്തിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. മല്ലപ്പള്ളിയിലുള്ള ജിഷ എന്ന് പറയുന്ന സഹോദരിയെ എനിക്ക് ഭാര്യയായി ലഭിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ 3 പെൺകുട്ടികളെ ലഭ്യമാക്കപ്പെടുവാനും ഇടയായി തീർന്നു. അതിനുശേഷം 2008 മുതൽ ഈ പെനിയൽ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഇലവന്തിട്ടയിലുള്ള ബ്രാഞ്ച് സഭയിൽ അവിടെ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവിടെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരമുണ്ടാകുവാനിടയായി തീർന്നു. 3.5 വർഷക്കാലം അവിടെ ശുശ്രൂഷിക്കുകയും ശേഷമായിട്ട് അവിടെ ആത്മാക്കളൊക്കെ കടന്നു വരികയും 21 ദിവസക്കാലവും 7 ദിവസക്കാലവും ഒക്കെ ഉപവസിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകുവാനിടയായി തീർന്നു. ശേഷമായിട്ട് 2010 കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവശബ്ദം ആ സഭയിൽ നിന്നും ഞാൻ നിന്നെ മാറ്റും, നിന്റെ സ്വദേശത്തുള്ള ദൈവസഭയിൽ നിന്നെ ഞാൻ പാസ്റ്ററാക്കി വെക്കുമെന്ന് ദൈവാത്മാവിനോട് ദർശനത്തിലൂടെ ഇടപെടുവാനിടയായി തീർന്നു. എന്നാൽ ഈ ദർശനം കാണുന്ന സമയത്തും ഞാൻ ഇലവന്തിട്ടയിലുള്ള സഭയുടെ ശുശ്രൂഷകനാണ്. എന്നാൽ ദൈവാത്മാവിനോട് പറഞ്ഞു, ഉടനെ തന്നെ ഞാൻ അവിടത്തേക്ക് നിന്നെ മാറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം 1 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഇനി മുതൽ വെൺമണിയുടെ ചാർജാണ് ഞാൻ നിനക്ക് ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആ ശബ്ദത്തിന്റെ ദൈവത്തിന്റെ ആലോചനയുടെ ആഴങ്ങൾ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു പ്രവാചകനും തന്റെ പിതൃദേശത്ത് സ്വദേശത്ത് സമ്മതനല്ലല്ലോ. കർത്താവിന്റെ വചനത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് നിന്നെ ഭ്രാന്തൻ എന്ന മുദ്ര കുത്തി നിന്നെ അനേകർ പരിഹസിച്ച സ്ഥാനത്ത് നിന്നിലൂടെ എന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തുമെന്ന് ദൈവം എന്നോട് സംസാരിക്കാനിടയായി തീർന്നു. അങ്ങനെ 2010 ശേഷം ഈ വെൺമണി സഭയുടെ ചാർജ് എടുക്കുകയും ശേഷം ഈ നിമിഷം വരെയും ഈ സഭയുടെ ശുശ്രൂഷകനായി കടന്നു വന്നു. എന്നെ നിന്ദിച്ചവർ പരിഹസിച്ചവരൊക്കെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ച പ്രിയപ്പെട്ടവരെ സ്നാനപ്പെടുത്താൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ദൈവം എന്നെ വിവിധ നിലകളിൽ ഉപയോഗിക്കുവാനായിട്ടിടയായി തീർന്നു. ദീർഘ ഉപവാസങ്ങൾ 21 ദിവസക്കാലം 40 ദിവസക്കാലം ഒക്കെ ഉപവാസങ്ങൾ ഇരിപ്പാനും സഭയിൽ ആത്മാക്കൾ കടന്നു വരുവാനും ഒക്കെ ഇടയായി തീർന്നു. അന്ന് നിന്ദിച്ചവരൊക്കെ പരിഹസിച്ചവരൊക്കെ ഇന്ന് ബഹുമാനത്തോടെ ദൈവദാസനെ എന്ന് എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നു. നിന്ദിക്കപ്പെട്ട ഇടത്ത് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം ജീവിക്കുന്നുവെന്നും ആ ദൈവത്തിനായി നാം സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മെ ദൈവം തന്റെ കരങ്ങളിൽ ഉപയോഗിക്കുമെന്നും
താണിരുന്നു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാം ദൈവത്തിന്റെ കരങ്ങളിൽ താണിരുന്നാൽ ആ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു പാത്രമാക്കി നമ്മളെ പുറത്തു കൊണ്ടുവരുമെന്നും ദൈവം എനിക്ക് മനസ്സിലാക്കി തരുവാനിടയായി തീർന്നു. അതിനുശേഷം ഇവിടെ കടന്നു വന്ന ശേഷം സഭയ്ക്കകത്ത് ആളുകൾ, പുതിയ കുടുംബങ്ങളൊക്കെ കടന്നു വരുവാനും ഇടയായി തീർന്നു. അങ്ങനെ ദേശത്തെ ശുശ്രൂഷയിൽ, ദേശത്ത് ഈ വെൺമണി ദേശത്ത് തന്നെ ഒരുപാട് ആളുകൾ ഈ ആലയത്തിൽ കടന്നു വന്ന വിടുതൽ പ്രാപിക്കാനും ഭൂത ഉപദ്രവങ്ങളിൽ നിന്ന് ഭൂതശക്തികൾ അവരിൽ നിന്ന് വിട്ടുമാറുകയും രോഗികൾ സൗഖ്യമാകുകയും അങ്ങനെയുള്ള ദൈവിക അത്ഭുതങ്ങളും വിടുതലുകളും ഈ ശുശ്രൂഷകളൊക്കെ ഇവിടെ ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഈ വെൺമണിയുടെ ദേശത്ത് ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം എന്നെ കൃപാപര ശുശ്രൂഷകളിൽ ദൈവം ഈ എളിയവനെ ഉപയോഗിക്കുന്നുണ്ട്. വെളിപ്പാടുകൾ, പ്രവചന ശുശ്രൂഷകളിൽ ദൈവം എളിയവനെ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ദൈവവചനമായി കടന്നു പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് വെളിയിലും ഇന്ത്യക്കകത്തും പല സ്റ്റേറ്റുകളിലും കടന്നു പോകാൻ എനിക്ക് ദൈവം അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിലും കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ എനിക്ക് കർത്താവ് അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. സകലത്തിലും ഞാൻ മനസ്സിലാക്കുന്നു, നമ്മളെക്കുറിച്ചുള്ള ദൈവിക നിയോഗമുണ്ടെങ്കിൽ അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. ആ ദൈവത്തിന് വേണ്ടി നമ്മളെ ഇത് കേൾക്കുന്ന എന്റെ പ്രിയ പ്രേക്ഷകരെ ആ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെടണം എന്നുള്ള ഒരു വലിയ ആഹ്വാനത്തോടെ ഞാൻ എന്റെ ഈ എളിയ സാക്ഷ്യത്തിൽ നിന്നും വിട ചൊല്ലുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിയോടുള്ള നന്ദി, പ്രിയാന്റിയോട്, പ്രിയപ്പെട്ടവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഓക്കെ പാസ്റ്റർ, ജീവിതത്തില് കർത്താവ് കൊണ്ടുവന്ന ഒരു വഴിയാണ് നാം കേട്ടത്. എന്നാൽ പാസ്റ്റർ ശുശ്രൂഷ മുഖത്ത് ദേവദാസിന് ബോധ ശുശ്രൂഷ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും പ്രത്യേകമായ ഇൻസിഡന്റ് ദേവദാസിന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചകൾക്കപ്പുറവും അനവധി വിടുതലുകൾ കാണുവാനായിട്ടിടയായി തീർന്നുണ്ട്. ഞാനിങ്ങനെ ഓർക്കുന്നു, ഞാൻ യാത്ര ചെയ്ത സമയത്ത്, ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് ആ ഹോട്ടലിൽ വെച്ച് അവിടെ കടന്നു വന്ന ഒരു സഹോദരന്റെ ശരീരത്തിൽ നിന്നും ഒരു ദുർഭൂത ശക്തി ഇളകിപ്പോകാനിടയായി തീർന്നു. ആ സഹോദരൻ ഇങ്ങനെ ചോദിച്ചു, നീ ഒരു ദൈവദാസനല്ലേ? ഒരു ഹൈന്ദവ സഹോദരനാണ്. അപ്പോൾ ആ സഹോദരന്റെ ശരീരത്തിൽ നിന്നും ആ ശക്തി ഇങ്ങനെ വിട്ടുപോകുവാനിടയായി തീർന്നു. പലരും രോഗസൗഖ്യങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസക്കാലം മുമ്പ് ഒരു പെൺകുട്ടി, ഞാൻ കടന്നുപോയ സ്ഥലത്ത് ഒരു പെൺകുട്ടി ബാംഗ്ലൂരിലെ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. 6 മാസക്കാലം മാത്രമേ ഉള്ളൂ തനിക്ക് ബാലൻസ് കിടക്കുന്നത്. എന്നാൽ ഈ പെൺകുട്ടിയുടെ ശരീരത്തില് ഭയങ്കരമായ ക്ഷീണം, അസ്വസ്ഥതകൾ. എന്നാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരി കുടികൊണ്ട 26 വയസ്സുള്ള സഹോദരിയാണ്. അവളുടെ ശരീരത്തിൽ നിന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ദുർഭൂത ശക്തി ഇളകി അത് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, 26 വർഷക്കാലമായി ഞാൻ ഇവളിൽ വന്നിട്ട്. അപ്പോൾ അത് അവളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് അവളുടെ സഹോദരന്റെ നന്മയും കവർന്നെടുത്തിരിക്കുകയാണ്. അവളുടെ മാതാവിന് പോലും അസ്വസ്ഥതകളാണ് എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ വിടുതലിന് ശേഷം ആ ശക്തി വിട്ടുപോയതിനു ശേഷം ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് 26 വയസ്സാണുള്ളത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് പൈശാചിക ശക്തി, അതായത് അവർക്ക് വിരോധമായ ചില വ്യക്തികൾ കൈവശത്തിലുള്ള ഭക്ഷണത്തിനകത്ത് എന്തോ കലർത്തി മാതാവിന് കൊടുക്കുകയും അങ്ങനെ ഭയം കയറി. അങ്ങനെ ഈ പെൺകുട്ടിയെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇവളിൽ ഈ പൈശാചി ശക്തി ഇൻവോൾവ് ആകുകയും അത് വളർന്ന് 26 വയസ്സായപ്പോഴും പലവിധ രോഗങ്ങളും ക്ഷീണങ്ങളും കാഴ്ചക്കുറവുകളും ആരോഗ്യ പ്രശ്നങ്ങളും വിട്ട് ഹോസ്പിറ്റലിലൊക്കെ കടന്നുപോയി പൈസയൊക്കെ ഹോസ്പിറ്റലിൽ കൊടുത്ത് ഇങ്ങനെ പോവുകയായിരുന്നു. എന്നാൽ അന്ന് ആ ശക്തി അഴിഞ്ഞ് വിട്ടുപോവുകയും ആ മകൾ ഫ്രീ ആവുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ സഹോദരൻ വിദേശത്താണ്. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ശക്തി അഴിഞ്ഞു പോയ ശേഷം ഇന്റർവ്യൂവിന് താൻ പങ്കെടുക്കുകയും തനിക്ക് ആ ഇന്റർവ്യൂ പാസ്സായി ജോലിയും ലഭ്യമാക്കപ്പെട്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തിന്റെ നന്മയും ഒക്കെ തകർക്കുന്ന പൈശാചിക ശക്തികളാണ്. അതില് വൈദ്യന്മാർക്കോ ഡോക്ടർമാർക്കോ ചെയ്യാൻ കഴിയാത്ത സൗഖ്യങ്ങൾ പ്രാർത്ഥനയിലൂടെ വിട്ടുപോകുമെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇത് ഞാൻ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നില്ല. ഇതൊക്കെ കെട്ടുകഥകളാണെന്നും ഇതൊക്കെ ദൈവദാസന്മാരുടെ കളിപ്പീരാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് എന്റെ ജീവിതത്തിലുള്ള ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈ ദൈവം എത്ര വലിയവനാണെന്നും വിടുവിക്കുന്നവനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ പാസ്റ്ററെ, നമ്മുടെ കർത്താവ്
ജീവിക്കുന്ന ദൈവമാണ് ദൈവദാസന്റെ ജീവിതത്തില്. ദൈവദാസനും ബന്ധക്കോസുകാരോടും കൈ ഉയർത്തി സത്യം ചെയ്തതാന്ന് പറഞ്ഞല്ലേ ഒരിക്കലും ഈ ബന്ധക്കോസിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ദൈവം തമ്പുരാന് കണ്ടവരെ ആർക്കും ഒരു പിശാചിനും വലിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല. ദൈവദാസനെ കർത്താവ് തിരഞ്ഞെടുത്ത വഴികൾ അനേകർക്ക് ഒരു സാക്ഷിയായി, അനേകർക്ക് ഒരു ഉപയോഗപ്രദമാകുന്ന ഒരു പാത്രമാക്കി ദൈവത്തിന്റെ ദാസനെ കർത്താവ് നിർത്തിയിരിക്കുന്നല്ലോ. പിന്നെയും ആ ദേശത്ത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയമായിരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ജോയ്സ് ടിവിയിലൂടെ കർത്താവെ എലിവന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് ടിവിയുടെ എല്ലാ നടത്തിപ്പുകാരോടും കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ഈ ചാനൽ അനവധി ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ മുഖാന്തരം ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷത്തിന്റെ വ്യാപ്തി എത്തുകയും യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരികയും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അനേകരെ ഒരുക്കിയെടുക്കുവാനും ഈ കർത്താവെ ചാനലിനെ ദൈവം ഉപയോഗിക്കണമേ. പ്രിയാന്റിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവരും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് എളിവന്റെ ഈ സാക്ഷി നിമിത്തം കർത്താവെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയവരെ കർത്താവ് കൂട്ടിച്ചേർക്കണമേ. നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. മുഴുവൻ മഹത്വവും മാനവും തിരുമേനിക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ.